ഹലോ ഡിയേഴ്സ്, ഇത് ഞാൻ പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടല്ല, ഈ പുട്ടിൻ്റെ പണി എളുപ്പം എങ്ങനെ തീർക്കാം എന്നാണേ. ചിലവർക്കിത് അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയാണേ. നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ പുട്ടൊന്ന് തീർത്തിട്ടൊന്ന് ഇറങ്ങിയാൽ മതിയെന്ന് വിചാരിക്കും ചിലപ്പോൾ ചിന്തിക്കുന്നത്. ഇത് ഓരോന്നും ആവി കയറി നമുക്കതിനുള്ള സമയമില്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു 6-7 പേരുണ്ടെങ്കിൽ എന്തായാലും ഒരു 6-7 കുറ്റി പുട്ട് വേണമല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് തീർക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ഗ്ലാസ് എടുക്കുക. എന്നിട്ട് പുട്ട് കുഴയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഈ പുട്ടിൻ്റെ അകത്തോട്ട് തന്നെ കുറച്ച് തേങ്ങാപ്പീര ഇട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ. അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ താഴെയും മുകളിലും തേങ്ങാപ്പീര വെക്കാത്തത്. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ അകത്തോട്ട് ഞാൻ ഈ പുട്ട് നിറയ്ക്കുന്നുണ്ട്. ഈ നിറയ്ക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒത്തിരി അങ്ങ് ലൂസായി പോവുകയും ചെയ്യില്ല, എന്നാൽ ഒത്തിരി അങ്ങ് ടൈറ്റായി പോവുകയും ചെയ്യരുത്. അതിൻ്റെ ഒരു മീഡിയം ആയിരിക്കണം. അതായത് ഒത്തിരി അങ്ങ് ലൂസായി പോയാൽ നമ്മൾ ഈ കുട്ടകത്തിൻ്റെ അകത്തോട്ടാണല്ലോ ഇതിങ്ങനെ ടൈറ്റാക്കിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതങ്ങ് പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പോവുകയാണെങ്കിൽ ആവി കയറും. നമുക്കങ്ങനെ സ്പൂണും കൊണ്ട് വാരിയെടുക്കാതെ ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടണമല്ലോ. അപ്പോൾ ഇതേപോലെ ഗ്ലാസ്സിൽ ഒന്ന് നിറച്ച് ഒന്ന് ടൈറ്റാക്കി കൊടുക്കണേ. എന്നിട്ട് നമുക്കിതിൻ്റെ അകത്തോട്ട് വെക്കാം. ഇങ്ങനെ ഒരു 6-7 കുറ്റി നമുക്ക് വിത്തിൻ 5 മിനിറ്റ്സ് നമുക്ക് എളുപ്പം ഉണ്ടാക്കി തീർത്ത് നമ്മുടെ പണി കഴിഞ്ഞ് നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഫീഡ്ബാക്കുകൾ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.